ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് നല്ല ടേസ്റ്റിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമുക്ക് ടേസ്റ്റിന് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവനിലല്ല ഇത് ചെയ്യണത്, നമ്മൾ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ചെയ്യണത്. പിന്നെ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മാവിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 1/2 കപ്പ് ക്യാരമൽ ചെയ്യാനും 1/2 കപ്പ് പൊടിച്ച് ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് 1/2 കപ്പ് പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. ഒരുപാട് തീ കൂട്ടി വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ തീ കൂട്ടി വയ്ക്കരുത്, തീ കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. നന്നായിട്ട് ക്യാരമലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 നൂൽ പരുവോ 2 നൂൽ പരുവോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചാൽ മതി. 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചെറിയ തീ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാമ്പും ഏലക്കയും പട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോവരുത്. ഇത് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഒരുപാട് അളവ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ കേക്കിന് ഇതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. ഇപ്പോൾ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്കൊരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ പട്ടയും ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പൊടി ചിലപ്പോൾ കാണും. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി ഉണ്ട്, കാഷ്നട്ട് ഉണ്ട്. അപ്പം ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വീതം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ റെഡിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബാറ്ററിൽ ഈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് കിടക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് തന്നെ എല്ലാ ഭാഗത്തും ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. മൈദമാവ് അല്ലെങ്കിൽ ആൾ പർപ്പസ് ഫ്ലോർ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുക്കുന്നതിനെക്കാട്ടി ഒരു 2-3 തവണ അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ മുട്ട നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഓവനിലല്ല ചെയ്യുന്നത്, സ്റ്റൗ ടോപ്പിൽ തന്നെയാണ്. അപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് നമുക്ക് പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. അതിന് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. കാരണം അതൊരു തിക്ക് ബാറ്ററാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ട് ബേക്കായി വരാനായിട്ട്. 45-50 മിനിറ്റ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ സ്ക്യൂവർ വെച്ചൊന്ന് കുത്തി നോക്കുക. റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചിരുന്നാൽ മതി. എന്തായാലും 45 മിനിറ്റ് കൂടുതൽ എടുക്കുന്നതൊന്ന് റെഡിയായി കിട്ടാൻ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായി കിട്ടാനായിട്ട് ഒരു 50-55 മിനിറ്റ് എടുത്തു കേട്ടോ, നന്നായിട്ട് ബേക്ക് ചെയ്ത് റെഡിയാവാൻ വേണ്ടിയിട്ട്. 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി റെഡി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ക്രിസ്മസിന് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. എളുപ്പത്തിന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്